ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മില്ലറ്റിൻ്റെ ഒരപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ മില്ലറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കഴുകിയൊക്കെയാണ് ഇട്ട് വെച്ചത്. പിന്നെ ഇന്നൊന്നും കൂടി കഴുകി അത് നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്കും അരച്ചെടുത്തായിരുന്നു. മില്ലറ്റും 2 സ്പൂൺ ചോറ്, 2 സ്പൂൺ തേങ്ങ ചിരകിയതും, പിന്നെ ഒരിത്തിരി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊടി ഈസ്റ്റ് അത്ര ഇട്ടുള്ളു. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടായിരുന്നു. ശരിക്കും ഉപ്പും നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കാൻ നേരത്തെ ഇട്ടാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ നേരത്തെ ഇട്ട് വെച്ചായിരുന്നു. ഇട്ട് വെക്കുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അത് പൊങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഉപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ. പിന്നെ പെട്ടെന്ന് ഇട്ടുപോയി ഞാൻ. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടി പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പൊങ്ങും. പക്ഷേ ഞങ്ങളൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത്. അപ്പോൾ ശരിക്കും പൊങ്ങി ഉണ്ടാക്കാൻ പറ്റും, എന്നാലും ശരിക്കും പൊങ്ങി വന്നിട്ടില്ല. ഒരു അരമണിക്കൂറും കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊങ്ങിയായിരുന്നു. അങ്ങനെ അപ്പം ഉണ്ടാക്കിയായിരുന്നു. നല്ല അടിപൊളി അപ്പമായിരുന്നു. അപ്പോൾ മില്ലറ്റ് കൊണ്ടും അപ്പം ഉണ്ടാക്കാം നമുക്ക്. ഞങ്ങൾ അരി കൊണ്ടും ഗോതമ്പ് കൊണ്ടും, അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മില്ലറ്റിൻ്റെ അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ടുണ്ട്. ശരിക്ക് അരിയല്ലെന്ന് മാത്രം, അരിപ്പൊടി അല്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു. കടലക്കറി ആയിരുന്നു അതിപ്പോൾ കഴിക്കാനുണ്ടായത്. അപ്പോൾ കടലക്കറിയും കൂടിയൊക്കെ ഒന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സൈഡൊക്കെ നല്ല മുരുമുരാന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല അപ്പമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടുമെന്ന് ഓർത്തതല്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമായി. അവർക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഓരോന്ന് എല്ലാവർക്കും ഒന്ന് കൊടുത്ത ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയപ്പം നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇനിയിപ്പം ഇവർ കഴിക്കുമല്ലോ, മില്ലറ്റിൻ്റെ ആയതുകൊണ്ട് വല്ല ടേസ്റ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകുമെന്നോർത്ത് ഇവർക്ക് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കഴിച്ചപ്പോൾ നല്ലതായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള രാവിലത്തെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടി, ഇനിയിപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പോവും. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനിരുന്ന്. ഞാൻ ലാസ്റ്റാണ് അപ്പം എടുത്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ച് ഇവർക്കൊക്കെ ചൂടോടുകൂടി